അടുത്തത് ഇതിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ന്യൂ ബോൺസിന്റെ പ്രഗ്നൻസി ഔട്ട്കം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ലൈവ് ബർത്ത് മെയിൽ എത്ര, ലൈവ് ബർത്ത് ഫീമെയിൽ എത്ര, അതുപോലെ തന്നെ പ്രീ ടേം ന്യൂ ബോൺസിന്റെ എണ്ണവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രീ ടേമിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഈ ഡേറ്റയ്ക്കൊപ്പം തന്നെ എന്താണ് ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നതെന്നുള്ളതിനൊപ്പം തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതും കൂടെ എടുത്തു പറയുന്നത് ഈ പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പൊതുവേ നമ്മുടെ ഈ ഡേറ്റ ഷെയർ ചെയ്യുന്നതിനകത്തൊരു പേടിയുള്ളത് പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിനെയും ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത്തരം ഇൻഡിക്കേറ്ററുകളിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തത വരാൻ വേണ്ടിയാണ് ഇൻഡിക്കേറ്ററുകൾ കൂടി കാണിച്ചു പോകുന്നത്. ഈ പ്രീ ടേം എന്ന് പറയുന്ന നമ്മുടെ അതിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിസിൽ നമ്മുടെ റിസൾട്ടുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മുടെ പ്രീ ടേം ന്യൂ ബോൺസിന്റെ എണ്ണം പരിശോധിച്ചാൽ കേരളത്തിൽ പ്രീ ടേം ഡെലിവറീസ് കൂടുന്നു, നല്ല രീതിയിൽ അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഒരു ഔട്ട്കം പലപ്പോഴും പ്രീ ടേം ബർത്ത് ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം അതിലേക്ക് നയിക്കുന്നതെന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും പ്രീ ടേം ബർത്ത് നമുക്ക് കൂടുന്നുണ്ട്. അപ്പൊ അത് ഒരു 1.4% ആയിരുന്നത് ഇപ്പോൾ അത് ഒരു 5.3%ലേക്ക് നമുക്ക് കൂടുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റിയൽ ആയിട്ടും നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇത്രയും നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കാര്യം ഇത് ഒരു ഹോസ്പിറ്റലിന്റെ അവസ്ഥ നോക്കാനല്ല, കേരളത്തിന്റെ മൊത്തം മെറ്റേണൽ ഹെൽത്ത് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ മറച്ചു വെക്കരുത്, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആണ് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. ഇനി ഇത് ഞാൻ കൂടുതൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം നമുക്ക് സമയവും ഒരുപാട് പോകുന്നുണ്ട്. അപ്പൊ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിലാണ് സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഫേവറബിൾ ടു ഫീമെയിലിന് നിൽക്കുന്നത്. കേരളത്തിന്റെ ശരാശരി സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് മെയിലിനേക്കാളും കൂടി നിൽക്കുന്ന ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ നാഷണൽ ലെവലിൽ, അത് കേരളമാണ്. പക്ഷെ കുട്ടികളുടെ ഇടയിൽ അത് ബർത്ത് ജനന സമയത്തുള്ള സെക്സ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളെക്കാളും കുറവായിട്ടാണ് നമ്മുടെ കേരളത്തിലും കാണുന്നത്. പക്ഷെ എന്നാലും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളമാണ് ഏറ്റവും മുന്നിൽ, ഏറ്റവും ബെറ്റർ പൊസിഷനിൽ കേരളം തന്നെയാണ്. 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ അവിടെ 968 പെൺകുട്ടികളാണ് കേരളത്തിൽ ജനിക്കുന്നത്. ശരാശരി നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 1000 ആൺകുട്ടികൾക്ക് 934 പെൺകുട്ടികളാണ് ജനിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പൊ ഇത് നമ്മുടെ HMIS നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഡേറ്റയാണ് നമ്മുടെ പ്രഗ്നൻസി ഔട്ട്കം റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് തന്നെ ലൈവ് ബർത്ത് ആകാം, അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് ആകാം, അല്ലെങ്കിൽ അബോർഷൻ ആകാം. അപ്പൊ ഈ സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത് 2 രീതിയിലും അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രാപാർട്ടവും ഉണ്ട്, ആന്റിപാർട്ടവും ഉണ്ട്. ഈ 2 സ്റ്റിൽ ബർത്തും സ്റ്റിൽ ബർത്തിന്റെ എണ്ണം നമ്മൾ ഈ 2ആയിട്ട് തരംതിരിച്ച് തന്നെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സ്റ്റിൽ ബർത്തിന്റെ കാര്യത്തില് നമ്മൾ നോക്കിയാൽ കേരളം ഏറ്റവും നാഷണൽ ലെവലിൽ തന്നെ, മാഡം നേരത്തെ നമ്മുടെ DHS മാഡം പറഞ്ഞു കേരള മോഡൽ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ് പല ഇൻഡിക്കേറ്ററുകളിലും. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് ഈ സ്റ്റിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റിൽ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 ബർത്ത് നടക്കുമ്പോൾ അതിൽ 1000 എത്ര നിർജീവ ജനനം സ്റ്റിൽ ബർത്ത് നടക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അത് നാഷണൽ ലെവലിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 11.79 ആണ്. 1000 ബർത്ത് നടക്കുമ്പോൾ 11 നിർജീവ ജനനം സ്റ്റിൽ ബർത്ത് സംഭവിക്കുന്നു, 11 അല്ലെങ്കിൽ 12 സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് കേരളത്തിന്റെ ശരാശരി നോക്കിയാൽ ഒരു 4.5 എന്നുള്ള നിലയ്ക്കാണ് നമുക്കിവിടെ കേരളമാണ് ഏറ്റവും അതിന്റെ ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ കാര്യത്തിൽ ബെറ്റർ നിൽക്കുന്നത്. പക്ഷെ ഇതും നമുക്ക് നേരത്തെ പ്രീ ടേമിന്റെ കാര്യം പറഞ്ഞ പോലെ സ്റ്റിൽ ബർത്തും നേരിയ രീതിയിലെങ്കിലും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ നമ്മുടെ ഡേറ്റയിൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ സ്റ്റിൽ ബർത്ത് കൂടിയ സംസ്ഥാനങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത്. കേരളത്തിന്റെ അവസ്ഥ വളരെ മികച്ചതാണ്, ഏറ്റവും താഴെത്തട്ടിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷെ എന്നാലും കേരളം കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്തപ്പോൾ കൂടിയ ഇൻഡിക്കേറ്റർ ഇത് കൂടി, ഈ സ്റ്റിൽ ബർത്ത് റേറ്റ് കൂടിയതായിട്ടാണ് കേരളത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അബോർഷൻ തന്നെ സ്പോണ്ടേനിയസ് അബോർഷൻ റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഇൻഡ്യൂസ്ഡ് അബോർഷനും റിപ്പോർട്ട് ചെയ്യണം. സ്പോണ്ടേനിയസ് അബോർഷൻ കഴിഞ്ഞ മാസം നടന്നിരിക്കുന്ന നമ്മുടെ ഫെസിലിറ്റിയിൽ വന്ന പ്രഗ്നന്റ് വിമൻ സ്പോണ്ടേനിയസ് അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണമാണ് സ്പോണ്ടേനിയസ് അബോർഷൻ റിപ്പോർട്ട് ചെയ്യുക. MTPയുടെ കാര്യത്തിലാണെങ്കിൽ MTP നമ്മൾ 2 രീതിയിലും
മെഡിക്കൽ മെത്തേഡ് ഓഫ് അബോഷനും സർജിക്കൽ മെത്തേഡും രണ്ടും അപ് ടു 12 വീക്സ് ഉള്ളതും മോർ ദാൻ 12 വീക്സ് ഉള്ളത്, ഇത് രണ്ടും MTPയുടെ കാര്യത്തിൽ രണ്ടായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ MTPയെ തുടർന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നമ്മുടെ ഫെസിലിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് അബോഷൻ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു 3 വേരിയബിൾസും ഉണ്ട്. പോസ്റ്റ് അബോഷൻ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, സാധാരണഗതിയിൽ അതൊക്കെ വളരെ കുറവായിരിക്കും വരുന്നത്, ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളത് നമുക്ക് പോസ്റ്റ് അബോഷൻ കോംപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്തത് മൊഡ്യൂൾ 4 ആണ്. നമ്മൾ 1 മുതൽ 3 വരെയുള്ള മൊഡ്യൂൾ കണ്ടു. ഇനി അടുത്ത മൊഡ്യൂൾ 4 ആണ്. അപ്പൊ കഴിഞ്ഞ മൊഡ്യൂളിൽ പ്രഗ്നൻസി ഔട്ട്കം ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ബർത്ത്, ലൈവ് ബർത്ത്, മെയിൽ തിരിച്ചുള്ള എണ്ണം, സ്റ്റിൽ ബർത്ത് ഉണ്ടെങ്കിൽ അത്, അബോഷൻ ഉണ്ടെങ്കിൽ അത്, അത്രയും കാര്യങ്ങളാണ് M3 റിപ്പോർട്ട് ചെയ്തത്. M4 വരുമ്പോൾ ഈ ലൈവ് ബർത്തിന്റെ തന്നെ പല പല സ്റ്റാറ്റസ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് കുഞ്ഞുങ്ങളെ എത്ര പേരെയാണ് വെയിറ്റ്, നമ്മൾ ബർത്ത് വെയിറ്റ് എത്ര കുട്ടികൾക്ക് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്, ആ മെഷർ ചെയ്തതിൽ എത്ര കുഞ്ഞുങ്ങളാണ് അണ്ടർ വെയിറ്റ് തന്നെ 2 വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 2.5 kg ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്, ലെസ് ദാൻ 1.8 kg ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ വെയിറ്റിനെ, ബർത്ത് വെയിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ഡേറ്റ റിപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ എന്നുള്ളത് പറയുന്നത്, ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ മുലപ്പാൽ കൊടുത്ത എത്ര കുട്ടികൾ, എത്ര കുട്ടികളെയാണ് ബ്രസ്റ്റ് ഫെഡ് വിത്തിൻ 1 hour, ന്യൂ ബോൺ ബ്രസ്റ്റ് ഫെഡ് വിത്തിൻ 1 hour ഓഫ് ബർത്ത് എന്നുള്ളത്. പിന്നെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫെഡ് ടിൽ ഡിസ്ചാർജ് ആകുന്നത് വരയ്ക്കും ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്ത എത്ര കുട്ടികളുണ്ടെന്നുള്ളത്. അതുകൂടാതെ ഡോണർ ഹ്യൂമൻ മിൽക്ക് അത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡോണർ ഹ്യൂമൻ മിൽക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കുട്ടികളുടെ എണ്ണവും നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് എറണാകുളം ജില്ലയിലൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അറിവിലുള്ളത്. അതായത് കോംപ്രിഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെന്റ് സെന്റേഴ്സ് ഒക്കെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എറണാകുളം ജില്ലയിൽ ഉണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ തീർച്ചയായിട്ടും ഈ ഡോണർ ഹ്യൂമൻ മിൽക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെയും നമ്മുടെ മൊഡ്യൂൾ 4 ബേസ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് വിവരങ്ങളാണ്. അതായത് അണ്ടർ വെയിറ്റ് ബേബീസിന്റെ എണ്ണം. നേരത്തെ പ്രീ ടേമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ അണ്ടർ വെയിറ്റ് ബേബീസിന്റെ ഒരു പ്രൊപ്പോർഷനും കേരളത്തിൽ കൂടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു അണ്ടർ വെയിറ്റ് ബേബീസ് ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ ജനിക്കുന്ന മൊത്തം കുട്ടികളുടെ ഏകദേശം 11% കുട്ടികൾ അണ്ടർ വെയിറ്റ്, അതായത് ലെസ് ദാൻ 2.5 kg എന്നുള്ളതാണ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ അതൊരു 14% എന്നുള്ള നിരക്കിൽ കൂടിയ ഒരു രീതിയാണ് നമുക്ക് നമ്മുടെ ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നേരിയ രീതിയിൽ കൂടി വരുന്നതായിട്ടാണ് ഇപ്പൊ ഈ കറണ്ട് ഡേറ്റയും നമ്മളെ കാണിക്കുന്നത്. അത് തന്നെയാണ്. പ്രീ ടേമിന്റെ പ്രൊപ്പോർഷൻ ആയാലും കൂടി വരുന്നു, അണ്ടർ വെയിറ്റ് ബേബീസിന്റെ പ്രൊപ്പോർഷൻ ആയാലും നമുക്ക് കൂടി വരുന്നു. അവിടെയൊക്കെ ചിലപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഒരു ഔട്ട്കം ഒക്കെ കൂടുതൽ വരുന്നത് കൊണ്ട്, അത്തരം ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൂടുതൽ വരുന്നത് കൊണ്ടാകാം ഈ ഒരു അണ്ടർ വെയിറ്റിന്റെ പ്രൊപ്പോർഷൻ ഒക്കെ ഇങ്ങനെ കൂടുന്നതെന്ന് ജില്ലകൾ പലപ്പോഴും അനലൈസ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്. ഏതായാലും ഇത് നമുക്ക് കൂടുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കതും തയ്യാറാക്കുന്നത്. ഇത് ഈ മൊഡ്യൂളിനെ ബേസ് ചെയ്ത് വരുന്ന വാലിഡേഷൻ റൂൾസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീ ടേമിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്തു. പ്രീ ടേമിന്റെ എണ്ണം അത് നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ലൈവ് ബർത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമല്ലോ. ടോട്ടൽ ലൈവ് ബർത്ത് എത്രയുണ്ടോ അതിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വൽ അല്ലേ ആകാൻ പാടുള്ളൂ പ്രീ ടേം ന്യൂ ബോൺസിന്റെ എണ്ണം. ഒരിക്കലും അതിനേക്കാളും കൂടുതൽ വരാൻ പറ്റില്ല. അത്തരത്തിലുള്ള എറേഴ്സ് ഒക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ആ രീതിയിൽ നമുക്ക് ആ ഒരു എറർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നമ്മുടെ നേരത്തെ എൻട്രി ചെയ്തിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്ത് വരാവുന്ന വാലിഡേഷൻ റൂൾസ് ആണ്. ഇതൊന്നും ഞാൻ ഓരോ റൂളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതിനുള്ള സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട്. ഈ പ്രീ ടേമിന്റെ കാര്യത്തിൽ ദേശീയ തലത്തിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദേശീയ തലത്തിൽ നമ്മൾ 5 മുതൽ 10% വരെ 10 മുതൽ 15% വരെ ലോ ബർത്ത്, പ്രീ ടേം അല്ല, ലോ ബർത്ത് വെയിറ്റ് എന്നുള്ളതാണ്. ലോ ബർത്ത് ബേബീസ് ഉള്ള കാറ്റഗറിയിലാണ് കേരളം വന്നിരിക്കുന്നത്. അതായത് ഒരു ലൈറ്റ് പിങ്കിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഏകദേശം 10%-നും 15%-നും ഇടയ്ക്കാണ് അവിടുത്തെ പ്രീ ടേം ബേബീസിന്റെ നിരക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേരളമായാലും തമിഴ്നാടായാലും കർണാടക ആയാലും ഒക്കെ ആ ഒരു നിരക്കിലാണ് നിൽക്കുന്നത്.
ആന്ധ്രാപ്രദേശും തെലങ്കാനയൊക്കെ കുറച്ചും കൂടി താഴ്ന്ന നിരക്കിലാണ്, 5 മുതൽ 10% വരെ എന്നുള്ള രീതിയിലാണ്. ഇനി റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോ ബർത്ത് വെയിറ്റ് ബേബീസിന്റെ പ്രൊപ്പോർഷൻ 15% മേളിലാണ്. ഇപ്പൊ മധ്യപ്രദേശ്, ഒഡീസ, വെസ്റ്റ് ബംഗാൾ അവിടെയൊക്കെ അവിടുത്തെ ജനിക്കുന്ന കുട്ടികളിൽ 15% കൂടുതലും അണ്ടർ വെയിറ്റ് ബേബീസ് ആണെന്നുള്ളതാണ് വരുന്നത്. ഇതും നമ്മുടെ റിപ്പോർട്ടഡ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇനി ന്യൂ ബോൺസിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഒരു ഡേറ്റ വേരിയബിളും കൂടി ഉള്ളത് കുട്ടികളിൽ ബർത്ത് ഡിഫക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്ലെഫ്റ്റ് ലിപ്റ്റ്, അതുപോലെ ഡൗൺ സിൻഡ്രം, അതുപോലെയൊക്കെയുള്ള ബർത്ത് ഡിഫക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എത്ര കുഞ്ഞുങ്ങൾ കഴിഞ്ഞ മാസം എത്ര ജനനം നടന്നിട്ടുണ്ട്, എത്ര കുട്ടികൾക്കാണ് കഴിഞ്ഞ മാസം ഈ തരത്തിലുള്ള ബർത്ത് ഡിഫക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഡേറ്റ വേരിയബിളും കൂടി അവിടെയുണ്ട്. അവിടെയും നമുക്കൊരു വാലിഡേഷൻ ഉണ്ട്. അതും നമുക്ക് ടോട്ടൽ ബർത്തിന്റെ എണ്ണത്തിനേക്കാളും മസ്റ്റായും കുറഞ്ഞിരിക്കണം എന്നുള്ള ഒരു വാലിഡേഷൻ. അപ്പൊ ഇനി ഇതിപ്പോ നമ്മൾ മൊഡ്യൂൾ 4 ആണ് വന്നത്. ഇനി ഒരു 2 മൊഡ്യൂളും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. M5ഉം M6ഉം പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. M7 ആണ് ഇനി അടുത്തത്. M7 എന്ന് പറയുന്നത് STI RTI കേസസ് എത്ര ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതാണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് എത്ര പേരെ നമ്മൾ കഴിഞ്ഞ മാസം ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ള എത്ര പേരെ നമ്മൾ കഴിഞ്ഞ മാസം ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു എന്നുള്ള വിവരമാണ്. അതിൽ ഇത്രയേ ഉള്ളൂ. മെയില്, ഫീമെയില്, ഹിജറ, HBAR-T എന്ന് കൊടുത്തിരിക്കുന്ന ഹിജറ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറി, ഈ 3 കാറ്റഗറിയിൽ കഴിഞ്ഞ മാസം എത്ര പേർക്കാണ് നമ്മൾ ഈ STI RTI കേസസ് അസസ് ചെയ്തത്, എത്ര പേർക്ക് ടെസ്റ്റ് ചെയ്തു, അതിൽ എത്ര പേര് ഇത് ഉള്ളതായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ മെയിലിൽ എത്ര പേരെ അസസ് ചെയ്തു, അതിൽ മെയിലിൽ അസസ് ചെയ്തതിൽ എത്ര പേർക്ക് STI അല്ലെങ്കിൽ RTI ഉള്ളതായിട്ട് ഡയഗ്നോസ് ചെയ്തു, ആ ഡയഗ്നോസ് ചെയ്ത മെയിലിൽ എത്ര പേര് ട്രീറ്റ്മെന്റ് എടുത്തു. ആ സെയിം രീതിയിൽ തന്നെ ഫീമെയിലിൽ എത്ര അസസ്, ഫീമെയിൽ എത്ര ഡയഗ്നോസ് ചെയ്തു, ഫീമെയിൽ എത്ര ട്രീറ്റ് ചെയ്തു. ആ ഒരു വിവരങ്ങളാണ് STI RTI എന്ന് പറയുന്ന മൊഡ്യൂൾ 7-നകത്ത് വരിക. ഇവിടെയും ഡേറ്റ വാലിഡേഷൻ ഉണ്ട്. ഈ ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് എത്ര പേരെ അസസ് ചെയ്തു, അതിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും ഡയഗ്നോസ് ചെയ്തത് എന്നുള്ളത്. അതുപോലെ എത്ര പേർക്ക് ട്രീറ്റ്മെന്റ് എടുത്തു എന്നുള്ളത് ഡയഗ്നോസിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഡേറ്റ വാലിഡേഷൻ ഈ റിപ്പോർട്ടഡ് ഡേറ്റ വേരിയബിളിനെ ബേസ് ചെയ്ത് ഡേറ്റ എൻട്രി സമയത്ത് നമുക്ക് വരും. ഇനി അടുത്ത മൊഡ്യൂൾ M8 ആണ്. അത് ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസ് സംബന്ധിക്കുന്ന മൊഡ്യൂൾസ് ആണ്. പാർട്ട് എക്കകത്തുള്ള അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ M8 ഫാമിലി പ്ലാനിങ് സർവീസസ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫാമിലി പ്ലാനിങ് സർവീസസ് എന്തൊക്കെയുണ്ട്. അതിൽ മെയിൽ സ്റ്റെറിലൈസേഷൻ, പെർമനന്റ് സ്റ്റെറിലൈസേഷനും ടെമ്പററി മെത്തേഡ്സ്, സ്പേസിംഗ് മെത്തേഡ്സും എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. എത്ര മെയിൽ സ്റ്റെറിലൈസേഷൻ നടന്നു, എത്ര ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ നടന്നു, IUCD തന്നെ PP IUCD, PA IUCD അല്ലെങ്കിൽ അതർ ടൈപ്പ് ഓഫ് IUCD, ഇതൊക്കെ എത്ര നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം നടന്നിട്ടുണ്ട്. ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്, അന്തര എന്ന് പറയുന്ന ഒരു ഇൻജെക്റ്റീവ് കോൺട്രാസെപ്റ്റീവ് ഉണ്ട്. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് എത്ര പേർക്ക് കൊടുത്തു. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൊടുക്കുകയോ ഫാർമസി ത്രൂ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് അവർ വാങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന്റെ എണ്ണം. കോണ്ടം പീസസ് കൊടുത്തതിന്റെ എണ്ണം. സെൻക്രോമാൻ, ഈസി പിൽസ്, പ്രഗ്നൻസി ടെസ്റ്റിംഗ് കിറ്റ് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫാമിലി പ്ലാനിങ് സർവീസസിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇതിൽ എല്ലാം ഒരു ഹോസ്പിറ്റലിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മെയിൽ സ്റ്റെറിലൈസേഷൻ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഓരോ ആക്ടിവിറ്റീസും ഫാമിലി പ്ലാനിങ് സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി അതിനെ സംബന്ധിച്ച് തന്നെ ഇതിന്റെ ക്വാളിറ്റി, സ്റ്റെറിലൈസേഷൻ സർവീസസിന്റെ ഒക്കെ ക്വാളിറ്റി അസസ് ചെയ്യാനായിട്ട് 2 ഡേറ്റ വേരിയബിൾ കൂടി ഉണ്ട്. നമ്മുടെ സ്റ്റെറിലൈസേഷനെ തുടർന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടോ, ഡെത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ചോദിക്കുന്നു. അപ്പൊ ഈ ഫെയിലിയറും ഡെത്തും ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡേറ്റ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഈ ഡെത്ത് എന്നൊക്കെ പറഞ്ഞാൽ, സ്റ്റെറിലൈസേഷൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ബൈ മിസ്റ്റേക്ക്ലി മാറിപ്പോയി എൻട്രി ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എൻട്രി ചെയ്യുന്ന ആളോട് പ്രത്യേകം പറഞ്ഞിരിക്കുക. ഇതെല്ലാം ഉറപ്പിച്ചതിന് ശേഷം മാത്രം, കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഫെയിലിയറും ഡെത്തും കോംപ്ലിക്കേഷൻസും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ.
അപ്പൊ ഈ പാർട്ട് എക്കകത്തുള്ള ലാസ്റ്റിൽ വരുന്ന ഒരു മൊഡ്യൂളാണ് M9 എന്ന് പറയുന്നത്. M9 എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ സംബന്ധിക്കുന്ന മൊഡ്യൂളാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ സംബന്ധിക്കുന്ന മൊഡ്യൂൾ. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരമുള്ള റുട്ടീൻ ഇമ്മ്യൂണൈസേഷനിൽ വരുന്ന വാക്സിൻസ് ആണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ വാക്സിനേഷൻ ചാർട്ടിലും അതിന്റെ ആന്റിജനിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഈ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരമുള്ള ഓരോ വാക്സിൻസ്, ഓരോ കാലയളവിലുള്ള വാക്സിൻസ് ആണ്. അതിൽ ബർത്ത് ഡോസ് മുതൽ നമ്മൾ 16 വയസ്സിൽ കൊടുക്കുന്ന TD16 വരെയുള്ള വാക്സിൻസിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ബർത്ത് ഡോസ് ആയിട്ട് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നത് വൈറ്റമിൻ K, ഹെപ്പറ്റൈറ്റിസ് B0, BCG, OPV0. അപ്പൊ വൈറ്റമിൻ K കഴിഞ്ഞ മാസം എത്ര കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, ഹെപ്പറ്റൈറ്റിസ് B0 എത്ര കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, BCG എത്ര കുട്ടികൾക്ക് കൊടുത്തു, OPV0 എത്ര കുട്ടികൾക്ക് കൊടുത്തു. ഇതാണ് ബർത്ത് ഡോസ് സംബന്ധിച്ചുള്ള ഡേറ്റ റിപ്പോർട്ടിംഗ്. അതുപോലെയാണ് 6th വീക്കില് 1.5 മാസത്തിൽ കൊടുക്കുന്നത് OPV1, IPV1, PENTA1, ROTA1, PCV1. ഈ പേരിലായിരിക്കില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. IAP ഷെഡ്യൂൾ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ സെയിം പേരിലായിരിക്കില്ല നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ PENTA1 അടങ്ങുന്ന വാക്സിൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ PENTA1 എന്നുള്ള പേരിലായിരിക്കില്ല നിങ്ങൾ കൊടുക്കുന്നത്. PENTA1 കണ്ടന്റ് ഉള്ള ആ സെയിം കണ്ടന്റ് ഉള്ള വാക്സിൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം ഈ PENTA1-നകത്ത് റിപ്പോർട്ട് ചെയ്യാം. സെയിം രീതിയിൽ തന്നെയാണ് റോട്ട ആയാലും PCV ആയാലും നിങ്ങൾ ആ സെയിം പേരിലല്ല കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ സെയിം കോമ്പിനേഷൻ വരുന്നതാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു എണ്ണം നമുക്ക് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇതുവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഇമ്മ്യൂണൈസേഷൻ കളക്ട് ചെയ്ത് എൻറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങളും അത് റിപ്പോർട്ട് ചെയ്യും. പിന്നെ 2.5 മാസത്തിലുള്ള, അതായത് 10 ആഴ്ചയിൽ കൊടുക്കുന്നത് OPV2, PENTA2, ROTA2 ആണ്. പിന്നെയുള്ളത് 14 ആഴ്ചയിലുള്ളത് OPV3, IPV3, PENTA3, ROTA3, PCV2. പിന്നെ 9 to 12 മന്ത്സിലുള്ള MR1, IPV3, PCV ബൂസ്റ്റർ. ഇത്രയുമാണ് ഒരു വയസ്സിനുള്ളിലുള്ള വാക്സിൻസ്. ഇത്രയാണ്. അപ്പൊ ഇതിനകത്തെല്ലാം നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്, നിങ്ങൾ ഈ സെയിം പേരിലായിരിക്കില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ഷെഡ്യൂൾ നെയിമും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കാം. എന്നാലും ഈ കണ്ടന്റ്, ഇതിന്റെ സെയിം കണ്ടന്റ് വരുന്ന വാക്സിൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണമാണ് നമുക്ക് ഇതിനകത്തോട്ട് കറസ്പോണ്ടിങ്ങിൽ കാണിക്കേണ്ടത്. ഇനി ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 16 months to 24 months കൊടുക്കേണ്ട MR2, JE2 നമ്മൾ എറണാകുളം ജില്ലയിൽ ഇല്ല. ട്രിവാൻഡ്രം, എറണാകുളം, ആലപ്പുഴയിൽ മാത്രമാണ് JE വരുന്നത്, എറണാകുളം ഇല്ല. DPT ബൂസ്റ്റർ 1, OPV ബൂസ്റ്റർ 1. ഇത്രയാണ് 16 to 24. 5 to 6 ഇയേഴ്സിലെ DPT ബൂസ്റ്റർ 2 വരും, സെക്കൻഡ് ബൂസ്റ്റർ DPTയുടെ. 10 ഇയേഴ്സിലെ TD10, കുട്ടികളുടെ TD10 വാക്സിൻ വരും. 16 ഇയേഴ്സിലെ TD16 വാക്സിൻ വരും. ഇത്രയും വാക്സിൻസ് ആണ് ബർത്ത് ഡോസ് തുടങ്ങി TD16 വരെയുള്ള വാക്സിൻസ് ആണ് നമ്മൾ HMIS പോർട്ടലിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അല്ലാതെയുള്ള പല വാക്സിൻസും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള പ്രൊവിഷനും ഇല്ല. അത്തരം വാക്സിൻ ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അവര് ഓപ്ഷണൽ വാക്സിൻസ് ഒന്നും ഇതിൽ പറയുന്നില്ല. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരമുള്ള UIP പ്രകാരമുള്ള വാക്സിനുകളാണ് ഇതിനകത്ത് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ സെയിം പേരിലല്ല കൊടുക്കുന്നതെങ്കിലും നമ്മൾ അതിന്റെ കോമ്പിനേഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. ഇനി ഇത് കൂടാതെ ഇൻഡിവിജ്വൽ ഓരോ വാക്സിൻ വൈസുള്ള റിപ്പോർട്ടിംഗ് കൂടാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡേറ്റ, ഇമ്മ്യൂണൈസേഷനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ്. എത്ര കുട്ടികളാണ് കഴിഞ്ഞ മാസത്തിൽ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയത്? നമ്മുടെ ഫെസിലിറ്റിയിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് വാക്സിൻ എടുക്കുന്നതിൽ എത്ര കുട്ടികൾ കഴിഞ്ഞ മാസം ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയി എന്നുള്ളതാണ് ഒരു ഡേറ്റ എൻട്രി ചെയ്യാനുള്ള. ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്ന് പറയുന്നത് 9 മുതൽ 12 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് പരിഗണിക്കുന്നത്. അതായത് 9 മുതൽ 12 മാസം വരെ കിട്ടേണ്ട വാക്സിൻസിൽ BCG, OPV123, PENTA123, MR ഫസ്റ്റ് ഡോസ്, ഇത് ഇത്രയും കിട്ടി. MR അല്ലെങ്കിൽ മീസൽസ് കണ്ടെയ്നിങ് വാക്സിൻ, MCV, മീസൽസ് കണ്ടെയ്നിങ് വാക്സിൻ എന്നേ പറയുന്നു. MR തന്നെ വേണമെന്ന് നിർബന്ധം. അപ്പോ
9 to 12 മന്ത്സ് ആയ കുട്ടിയിൽ BCG കിട്ടിയിട്ടുണ്ടോ, OPV 1, 2, 3 കിട്ടിയിട്ടുണ്ടോ, പെൻഡ 1, 2, 3 കിട്ടിയിട്ടുണ്ടോ, MR വാക്സിൻ കിട്ടിയിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ നമുക്ക് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റിന്റെയും ഇമ്മ്യൂണൈസേഷൻ കവറേജ് എത്രയുണ്ട് എന്നുള്ളത് തയ്യാറാക്കി. പെർസെന്റേജ് ഓഫ് ചിൽഡ്രൻ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഓരോ മാസവും എത്ര കുട്ടികളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്ന് തരംതിരിക്കാൻ പറ്റുന്നത് എങ്ങനെ നോക്കാന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് പബ്ലിക് ഹോസ്പിറ്റലുകളിൽ സാധാരണ ചെയ്യുന്നത് MR എടുക്കാൻ വരുന്ന കുട്ടി, MR എടുക്കാൻ വരുന്നത് 9 to 12 മന്ത്സിലാണ്. അപ്പൊ MRന്റെ ഫസ്റ്റ് ഡോസ് എടുക്കാൻ വരുന്ന കുട്ടിക്ക് BCG കിട്ടിയിട്ടുണ്ടോ, OPV 1, 2, 3 കിട്ടിയിട്ടുണ്ടോ, പെൻഡ 1, 2, 3 കിട്ടിയിട്ടുണ്ടോ, ഈ 3 വാക്സിന് മുമ്പ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് MR എടുത്തു കഴിയുമ്പോൾ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്ന് പറയാം. ഇപ്പൊ 9 to 11 മന്ത്സിലുള്ള എല്ലാ വാക്സിനും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ബർത്ത് ഡോസ് ഹെപ്പറ്റൈറ്റിസ് B0 കിട്ടണമെന്ന് ഇതിനകത്ത് നിർബന്ധം പറയും. അത് മാൻഡേറ്ററി ആയിട്ടും കൊടുക്കേണ്ടതാണ്, കൊടുക്കേണ്ടതെന്നല്ല. പക്ഷെ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്നുള്ള ഒരു കാറ്റഗറിക്ക് കാറ്റഗറൈസേഷനിൽ നമുക്ക് അതൊന്നും മാൻഡേറ്ററി അല്ല. BCG, OPV 1, 2, 3, പെൻഡ 1, 2, 3, MR 1. അപ്പൊ MR എടുക്കാൻ വന്നിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഈ പറയുന്ന മുന്നോട്ടുള്ള ഇത്രയും വാക്സിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിൽ തിരിക്കാം. ഈ വാക്സിൻസ് ഒന്നും നമ്മുടെ തന്നെ ഫെസിലിറ്റിയിൽ നിന്ന് എടുത്തതായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ BCG എടുത്തത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം, OPV എടുത്തത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കാം, പെൻഡ എടുത്തത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കാം. MR എടുക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ അപ്പൊ നമുക്ക് അവര് മുന്നോട്ടുള്ള ഈ പറയുന്ന വാക്സിൻസ് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണമാണ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് എന്ന് പറയുന്ന എണ്ണമായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇമ്മ്യൂണൈസേഷൻ, ഓരോ ആന്റിജൻ വൈസ് ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞതുപോലെ ഇമ്മ്യൂണൈസേഷനെ തുടർന്നുണ്ടാകുന്ന അഡ്വേഴ്സ് ഇവന്റ്സ്, AEFI കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. AEFI തന്നെ മൈനർ, സിവിയർ, സീരിയസ്, ഡെത്ത്, ഈ രീതിയിലാണ് AEFIയുടെ റിപ്പോർട്ടിങ്ങും പോർട്ടലിൽ വരുന്നത്. ഇനി പാർട്ട് എക്കകത്തുള്ള ലാസ്റ്റ് മൊഡ്യൂൾ ആണ് M10 എന്ന് പറയുന്നത്. അത് ചൈൽഡ്ഹുഡ് ഡിസീസസ് സംബന്ധിക്കുന്ന മൊഡ്യൂളാണ്. അതിനകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് പറയുന്നുണ്ട്. ഇത്രയും ഡിസീസസ് ആണ്: ന്യൂമോണിയ, ആസ്മ, സെപ്സിസ്, ഡിപ്തീരിയ, പെർട്ടൂസിയസ്, ടെറ്റനസ്, മീസൽസ്, AFP, TB, മലേറിയ, ഡയറിയ ട്രീറ്റഡ് വിത്ത് ORS, സിങ്ക്, ലെപ്രസി തന്നെ ഗ്രേഡ് 2 ഡിസബിലിറ്റി ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഈ കുഞ്ഞിന് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ 5 വയസ്സിന് താഴെയുള്ള കേസുകളിൽ ന്യൂമോണിയ കേസ് വന്ന് കഴിഞ്ഞ മാസത്തിൽ എത്ര കേസസ്, അത് OPയിലാകാം, IPയിലാകാം, എമർജൻസിയിലാകാം വന്നിരിക്കുന്നത്, മൊത്തം കേസസ് എത്ര, അത് ന്യൂ കേസസ് മാത്രമാണ്. ഇതും ഒരു തരത്തിൽ പ്രിവിലൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ OP ലോഡ് അല്ല അവിടെ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ടോട്ടൽ IP ലോഡ് അല്ല അവിടെ കാണിക്കുന്നത്. ഈ ഓരോ ഡിസീസ് വൈസ് ന്യൂ കേസ് എത്രയാണ്, OPയിലും IPയിലും എമർജൻസിയിലും കൂടെ ഈ ഓരോ കേസസിന്റെ ന്യൂ കേസസ് എത്രയെന്നുള്ളത്. അതുകൂടാതെ IPയും ചോദിക്കുന്നുണ്ട്. IP ഒരു 3 പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിസീസസിന്റെ മാത്രമാണ് IP ഇവിടെ ചോദിക്കുന്നത്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഡയറിയ, ഇത് ഇത്രയും IP കേസസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ കഴിഞ്ഞ മാസത്തിൽ, അതും നമുക്ക് അവിടെ ഈ മൊഡ്യൂൾ 10-നകത്ത് റിപ്പോർട്ടിംഗ് ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 1 പാർട്ട് A തീരുവാണ്. പാർട്ട് Aക്കകത്ത് 1 മുതൽ 10 വരെയുള്ള മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2 മൊഡ്യൂളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറിന്. ബാക്കിയുള്ള മൊഡ്യൂൾസ് ഉണ്ട്. ഈ മൊഡ്യൂൾസിൽ തന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഈ മൊഡ്യൂൾ നിങ്ങൾ ഡേറ്റ എൻട്രി ഫോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് കൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത ഫോർമാറ്റാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതിന് കുറച്ച് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് നമ്മൾ ഫോർമാറ്റ് ആക്കി തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണ്. അതെന്ന് പറയുന്ന പാർട്ട് B നമുക്കില്ല. പാർട്ട് B പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ വെച്ചിട്ടില്ല. പക്ഷെ പാർട്ട് Bയും നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റിനകത്ത് കാണും. പാർട്ട് B നിങ്ങൾ വേണ്ട. അത് NHMന്റെ കുറച്ച് പ്രോഗ്രാംസിന്റെ ഒരു ഇവാലുവേഷൻ ആണ്. അത്തരം പ്രോഗ്രാംസ് ഒന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല. പാർട്ട് C ആണ് വരുന്നത്. ഈ പാർട്ട് C എന്ന് പറയുന്നത് പ്രധാനമായും ഒരു ഹോസ്പിറ്റലിന്റെ വർക്ക് ലോഡ്, ആ ഹോസ്പിറ്റലിന് എത്രത്തോളം ജനങ്ങൾ എത്രത്തോളം ആ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നു എന്നുള്ളതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പാർട്ട് C ഉപയോഗിക്കുന്നത്. ഹെൽത്ത് ഫെസിലിറ്റി സർവീസസ് ആണ്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഏരിയ ഇതൊക്കെയാണ്. അവിടുത്തെ ടോട്ടൽ OP, ടോട്ടൽ IP,
എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒ പി അല്ലെങ്കിൽ ഐ പി, പിന്നെ ഡേ കെയർ അഡ്മിഷൻസ്, സർജറീസ്, ലാബ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഈ പറയുന്ന പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയ്ക്കകത്ത് വരുന്ന. ആ ഹോസ്പിറ്റലിന് ഒ പി കൂടുതലാണെങ്കിൽ അവിടെ അത്രത്തോളം ജനങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലിനെ എത്രത്തോളം ജനങ്ങൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതിനെ എന്തൊക്കെ സേവനങ്ങൾ അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ കണ്ടുപിടിക്കാനുള്ള അതാണ് ഈ ഒരു മൊഡ്യൂളിനകത്തൂടി വരുന്നത്. ഇതിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്ന മൊഡ്യൂൾ 14 ആണ്. ആ മൊഡ്യൂൾ 14 നമ്മൾ 2 ഡേറ്റ വേരിയബിൾസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ടോട്ടൽ അലോപ്പതി കോപ്പിയും ആയുഷ് ഒ പി ഉണ്ടെങ്കിൽ ആയുഷ് ഒ പി. അതുപോലെ ഐ പിയെ സംബന്ധിച്ചാണെങ്കിൽ ഏജ് തിരിച്ചുള്ള ഐ പി. ടോട്ടൽ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ എത്രയുണ്ടായിരുന്നു ഐ പിയിൽ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ എത്ര പേരുണ്ട്, പിന്നെ 65 വയസ്സിന് താഴെയുള്ള അഡൾട്ട് മൊത്തം 65 ആൻഡ് ബിലോ, 65 ആൻഡ് എബോ ജെറിയാട്രിക് കോപ്പി. ഇത്രയും ജെറിയാട്രിക് ഐ പി. ഇത്രയാണ് ഐ പിയുടെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഡേ കെയർ അഡ്മിഷനും ചോദിച്ചിട്ടുണ്ട്. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ടോട്ടൽ എമർജൻസി രജിസ്ട്രേഷൻ എത്രയാണ് എന്നുള്ള കാര്യമുണ്ട്. പിന്നെ മേജർ സർജറീസ് എത്ര നടന്നു എന്നുള്ളതുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ ഇത് കൂടാതെ തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റിനകത്ത്, റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് മീൻസ് ഡേറ്റ എൻട്രി മൊഡ്യൂൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇത് കൂടാതെ ഒരുപാട് ഡേറ്റ വേരിയബിൾസ് കാണും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാലിഡേഷൻ എറേഴ്സ് പലപ്പോഴും ഈ തന്നിരിക്കുന്ന വേരിയബിൾ അല്ലാതെ മറ്റു വേരിയബിളുമായിട്ട് ലിങ്ക് ചെയ്തും വാലിഡേഷൻ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ അലോപ്പതി കോപ്പി എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്പ്ലിറ്റ് ഉണ്ട്, കുറെ ഡിസീസ് വൈസ് ഉള്ള അലോപ്പതി കോപ്പി ഉണ്ട്. ആ സ്പ്ലിറ്റ് എൻട്രി ചെയ്തില്ലെങ്കിൽ അതൊരു എറർ കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്ത, നമ്മുടെ ഫോർമാറ്റിൽ തന്നിട്ടില്ലാത്തതായിട്ടുള്ള ഡേറ്റ വേരിയബിളിനെ ഡേറ്റയെ റിലേറ്റ് ചെയ്തുകൊണ്ട് എറർ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ 0 എൻട്രി ചെയ്യാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് വാല്യൂ എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് വില്ലിംഗ് ആണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർ കറക്റ്റ് വാല്യൂ തന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഒ പിയുടെ സ്പ്ലിറ്റപ്പ് എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒ പിയുടെ സ്പ്ലിറ്റപ്പ് എൻട്രി ചെയ്യാം. അപ്പൊ എറർ വരില്ല. പക്ഷെ സ്പ്ലിറ്റപ്പ് എൻട്രി ചെയ്തില്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ബ്രേക്കപ്പ് കാണിക്കേണ്ട ഓരോ ഡിസീസ് വൈസ് ഒ പി എന്ന് പറയുന്ന തൽക്കാലം 0 എൻട്രി ചെയ്ത് കഴിഞ്ഞാലും ഈ എറർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ വേരിയബിൾ ലാസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രഗ്നന്റ് വിമനിലെ എത്ര പേര് HBS AG എത്ര പേർക്ക് ടെസ്റ്റ് ചെയ്തു എന്നും അതിൽ എത്ര പേര് HBS AG പോസിറ്റീവ് ആയി എന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ ഒരു വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു വേരിയബിൾ ആണ്. കേരളത്തിൽ ഒരു സംസ്ഥാനത്തിലുള്ള മൊത്തം പ്രഗ്നന്റ് വിമന്റെ എത്ര ശതമാനം പേരെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി സ്ക്രീനിങ് ചെയ്യുന്നു എന്നും അതിലൂടെ എത്ര പേര് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു മൊഡ്യൂളിന് പൊതുവേ ഒരു പ്രാധാന്യം കൊടുത്തു കാണുന്നില്ല. ഇതൊരു ഡേറ്റ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ എന്തൊക്കെ നിങ്ങൾ എൻട്രി ചെയ്തില്ലെങ്കിലും, ഈ മൊഡ്യൂളിൽ എൻട്രി ചെയ്തില്ലെങ്കിലും ഇത് നിങ്ങൾ വിട്ടുപോകരുത്. പ്രഗ്നൻസിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് ബി സ്ക്രീനിങ്ങും അതിൽ എത്ര പേരെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള വിവരവും. അതുപോലെയാണ് പ്രഗ്നൻസി പീരീഡിലുള്ള HIV ടെസ്റ്റ്, ഇനി HB ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, HIV ടെസ്റ്റ്. ഇത് രണ്ടും ഇവിടെയാണ്. ഈ ബാക്കിയുള്ള ടെസ്റ്റുകളും നമ്മൾ പാർട്ട് എ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടുത്തെ ഹെപ്പറ്റൈറ്റിസിൻ്റെത്, അനീമിയയുടേത്, അതുപോലെ സിഫിലിസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഇതൊക്കെ അതിലാണ് കണ്ടത്. പക്ഷെ ഈ പാർട്ട് സിക്കകത്താണ് ഈ HBS AGയുടെ കാര്യവും HIVയുടെ കാര്യവും പ്രഗ്നൻസിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വിട്ടുപോകരുത്. HIV ടെസ്റ്റിന്റെ കാര്യവും പ്രഗ്നന്റ് വിമന്റെ HIV ടെസ്റ്റും HBS AG ടെസ്റ്റും പാർട്ട് സിക്കകത്താണ് കാണിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള ഡേറ്റ വേരിയബിൾസ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ്, ഹോസ്പിറ്റൽ എത്രത്തോളം സർവീസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡേറ്റ വാലിഡേഷൻ എറേഴ്സ് വരും. അത് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഡേറ്റ എൻട്രി ചെയ്യാനായി. അപ്പൊ അടുത്ത മൊഡ്യൂളാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പാർട്ട് ഡി ആണ്. മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡെത്ത് ആണ്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം നടന്നിരിക്കുന്ന ഡെത്ത് ആണ് നമ്മൾ ഈ മോർട്ടാലിറ്റിയുടെ മൊഡ്യൂളിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.
അത് ഈ ഡെത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ഹോസ്പിറ്റലിൽ നടന്ന ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെത്തായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന കേസസ് ആയിരിക്കാം. ഡെത്ത് അറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ട്രാൻസിറ്റിൽ വെച്ച് നടന്ന ഡെത്ത്. ട്രാൻസിറ്റിൽ വെച്ച് നടന്ന ഡെത്ത് ബ്രോഡ് ഡെഡ് ആയിട്ടുള്ള കേസ് നമ്മുടെ ഒ പിയിൽ അത് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കണക്കുകളിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ബ്രോഡ് ഡെഡ് ആയിട്ട് വന്നു, അത് നമ്മൾ നമ്മുടെ കണക്കിലെങ്ങും പെടുത്തിയിട്ടില്ല, അത് അങ്ങനെ നമ്മൾ തിരിച്ചു വിടുവാണെങ്കിൽ നമ്മൾ അതിന്റെ എണ്ണം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ രജിസ്റ്റേഴ്സിലേക്ക് അവരുടെ കണക്ക് വന്നു കഴിഞ്ഞാൽ, അവരെ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എണ്ണം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡെത്ത് എന്ന് പറയുന്ന ഈ രീതിയിലാണ് വരുന്നത്. നിയോനാറ്റൽ ഡെത്ത് ഉണ്ട്, അതുപോലെ ഇൻഫന്റ് ഡെത്ത് ഉണ്ട്, പിന്നെ ചൈൽഡ് ഡെത്ത് ഉണ്ട്, പിന്നുള്ളത് മെറ്റേണൽ ഡെത്ത്. ഇത് ഇത്രയുമാണ് ഈ ഡെത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിയോനാറ്റൽ ഡെത്ത്, ഇൻഫന്റ് ഡെത്ത്, ചൈൽഡ് ഡെത്ത്, മെറ്റേണൽ ഡെത്ത്. അതായത് അണ്ടർ 5 ഡെത്ത് തന്നെ 3 രീതിയിലാണ് എടുക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് നിയോനാറ്റൽ പീരീഡിലുള്ളതാണെങ്കിൽ അത് പ്രത്യേകം. നിയോനാറ്റൽ എന്ന് പറഞ്ഞാൽ ജനിച്ച് 28 ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ അതാണ് നിയോനാറ്റൽ ഡെത്ത് ആയിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുക. അതിന് വീണ്ടും ഒരു ദിവസത്തിനുള്ളിൽ മരിച്ചതാണെങ്കിൽ വിത്തിൻ 24 അവർ എന്ന് പറഞ്ഞ് അങ്ങനെയും റിപ്പോർട്ടിംഗ് ഉണ്ട്. ഒരാഴ്ചക്കുള്ളിലുള്ള ഡെത്ത് ആണെങ്കിൽ അങ്ങനെയും സെപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ 8 ദിവസം മുതൽ 28 ദിവസം വരെ. നിയോനാറ്റൽ ഡെത്ത് 3 രീതിയിൽ തന്നെ അവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം നടന്നിരിക്കുന്ന നിയോനാറ്റൽ ഡെത്തിന്റെ എണ്ണം, അതിന്റെ കോസ് ഓഫ് ഡെത്ത് 3 കോസസ് ആണ് അവിടെ. 2 കോസസ് ആണ് എടുത്തു പറയുന്നത്, പ്രിമച്യൂരിറ്റിയും അസ്ഫീസിയയും. അതല്ലെങ്കിൽ അതർ കോസസ് എന്നുള്ള ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് കൊടുക്കാം. അപ്പൊ നിയോനാറ്റൽ ഡെത്ത് എത്ര നടന്നു, അതിന്റെ തന്നെ പീരീഡ് വൈസ് ഉള്ള ക്ലാസിഫിക്കേഷൻ, കോസ് ഓഫ് ഡെത്ത്, ഇത്രയാണ് നിയോനാറ്റൽ ഡെത്തിനെ സംബന്ധിച്ച് റിപ്പോർട്ടിംഗ് ഉള്ളത്. ഇൻഫന്റ് ഡെത്തും അതുപോലെയാണ്. ഇൻഫന്റ് ഡെത്ത് എന്ന് പറയുമ്പോൾ 28 ദിവസം കഴിഞ്ഞു, ബട്ട് 1 വയസ്സിനുള്ളില് ലെസ് ദാൻ 12 മന്ത്സ് ആൻഡ് ഗ്രേറ്റർ ദാൻ 28 ഡേയ്സ് എന്നുള്ള ഡെത്ത് ആണ് ഇൻഫന്റ് ഡെത്ത് ആയിട്ട് ടോട്ടൽ റിപ്പോർട്ട് ചെയ്യുക. അവിടെയും ഇൻഫന്റ് ഡെത്തിന്റെ എണ്ണം കോസ് വൈസ് ഉള്ള എണ്ണം. മെയിൻ കോസസ് ആയിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് നിമോണിയ, ഡയറിയ, ഫീവർ, മീസൽസ്. ഇതുണ്ടെങ്കിൽ നിമോണിയ ഡെത്ത് ഉണ്ടെങ്കിൽ നിമോണിയ ഡെത്തിനകത്ത് എണ്ണം കാണിക്കാം. മീസൽസ് ആണെങ്കിൽ മീസൽസിന്റെ അകത്ത് എണ്ണം കാണിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ അതർ കോസ് എന്നുള്ള എണ്ണം നമുക്ക് അവിടെ കാണിക്കാം. ഇനിയുള്ളത് ചൈൽഡ് ഡെത്ത് ആണ്. ചൈൽഡ് ഡെത്തിലും നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ് ഡെത്തിന്റെ എണ്ണം കോസ് വൈസ് ഉള്ള എണ്ണം. ഇത്രയുമാണ് അണ്ടർ 5 ഇയേഴ്സിനകത്ത് വരുന്ന ഡെത്ത് റിപ്പോർട്ടിംഗ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് മെറ്റേണൽ ഡെത്ത് ആണ്. മെറ്റേണൽ ഡെത്ത് നമ്മൾ ഏജ് വൈസ് ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഏജ് വൈസും കോസ് വൈസും ആണ് ഇതിനകത്ത് വരുന്നത്. ഏജ് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഏജ് ക്ലാസിഫിക്കേഷൻ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടതാണ്. ANC രജിസ്ട്രേഷന് നമ്മൾ ലെസ് ദാൻ 15, 15 to 19, 19 to 49, ഗ്രേറ്റർ ദാൻ 49. അതുപോലെ ഡെലിവറിക്കകത്തും ലെസ് ദാൻ 15, 15 to 19 എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് മെറ്റേണൽ ഡെത്തിനകത്തും ഈ ഏജ് തിരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ഏജ് ഗ്രൂപ്പിലുള്ള മെറ്റേണൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിന്റെ കോസും റിപ്പോർട്ട് ചെയ്യാം. ഡെത്തിന്റെ എണ്ണവും റിപ്പോർട്ട് ചെയ്യണം, അതിന്റെ മേജർ കോസ് ഓഫ് ഡെത്തും അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഡെത്ത് സംബന്ധിച്ചുള്ള പ്രധാന റിപ്പോർട്ടിംഗ് ഇതാണ്. ഇവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റ ഒന്നും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡെത്ത് കൂടുതൽ വരുന്നുണ്ടോ എന്നൊന്നും ഉള്ളത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമേ ഇല്ല. ബിക്കോസ് നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലുമാണ് ഡെത്തിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ പേരിൽ ഒരു നടപടിയോ എന്തെങ്കിലും ഒന്നും ഒരിക്കലും ഉണ്ടാകാറില്ല. ഇതൊക്കെ എടുക്കുന്നത് ഇൻഡിക്കേറ്ററുകൾ, മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററുകൾ തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ നിയോനാറ്റൽ ഡെത്ത് എന്ന് പറയുന്നത് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് തയ്യാറാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇൻഫന്റ് ഡെത്ത് എന്ന് പറയുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് തയ്യാറാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ചൈൽഡ് ഡെത്ത് എന്ന് പറയുന്നത് അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റിനാണ് ഉപയോഗിക്കുന്നത്. മെറ്റേണൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, റേഷ്യോ തയ്യാറാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മളൊരു ഹൈഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു പർപ്പസിലേക്ക് ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല ഈ ഒരു ഡേറ്റ. ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നതാണ്. നമ്മുടെ ഡെത്ത് ഡേറ്റ വെച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. അത് കഴിഞ്ഞ കുറച്ച് നാളുകളിലുള്ള മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡെത്ത് ആണ്, ടോട്ടൽ മെറ്റേണൽ ഡെത്ത്. അതായത് നിങ്ങളുടെ ഈ ഹോസ്പിറ്റലുകൾ ത്രൂ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാതൃമരണം എത്രയുണ്ട് അത് എന്നുള്ളതും,
ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആണ്. അതായത് 1,00,000 ജനനം നടക്കുമ്പോൾ എത്ര മാതൃമരണം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയെല്ലാം ഡിനോമിനേറ്റർ ജനനമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതില് നമുക്ക് മെറ്റേണൽ ഡെത്ത് ഒരു പരിധിവരെ കൂടുന്നതായിട്ടാണ്, ചെറിയ തോതിലെങ്കിലും ഒരു ഇൻക്രീസിങ് ട്രെൻഡ് കാണുന്നതായിട്ടാണ് നമ്മുടെ ഡേറ്റ കാണിക്കുന്നത് മാതൃമരണത്തില്. പക്ഷെ നാഷണൽ ലെവലിൽ നമ്മൾ കമ്പയർ ചെയ്താൽ കേരളമാണ് ഏറ്റവും മികച്ച പ്രകടനം വരുന്നത്. മാതൃമരണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ നിലനിർത്തി പോരുന്നത് കേരളമാണ്. പക്ഷെ കേരളത്തിന്റെ നിരക്ക് നേരിയ തോതിലെങ്കിലും വർദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഡേറ്റയിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു പിക്ചർ, നമുക്ക് എന്താണ് ശരിയായിട്ടുള്ള റിയാലിറ്റി എന്ന് അറിയാമെങ്കിൽ മാത്രമേ അതിനു വേണ്ടി പരിഹാര മാർഗങ്ങളും കണ്ടെത്താൻ പറ്റൂ. അതൊരു റിയൽ പിക്ചർ വേണമെങ്കിൽ നിങ്ങൾ ഒരു റിയൽ ഡേറ്റ, ഒരു ഹൈഡിങ് ഇല്ലാതെ ഒരു റിയൽ ഡേറ്റ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താലേ നിങ്ങൾക്ക് അതിൽ നിന്ന് റിയൽ പിക്ചർ കിട്ടുള്ളൂ. ഇത് മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് നമ്മൾ ഇത്തരം ഇൻഡിക്കേറ്ററുകളിലേക്കാണ് ഡേറ്റ പോകുന്നത്. അതുപോലെ മെറ്റേണൽ ഡെത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, മെറ്റേണൽ ഡെത്തും ഒരു പരിധിവരെ കൂടുന്നുണ്ട്, ചെറിയ നേരിയ തോതിലെങ്കിലും കൂടുന്നുണ്ട്. അതുപോലെ മെറ്റേണൽ സൂയിസൈഡ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്നാറ്റൽ പീരീഡിലോ സൂയിസൈഡ്സ് ചെയ്യുന്നതും മെറ്റേണൽ സൂയിസൈഡ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഈ മെറ്റേണൽ സൂയിസൈഡ്സിന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 14 2014-15 14 ഗർഭിണികളാണ് സൂയിസൈഡ് ചെയ്തത്. ഗർഭിണികൾ അല്ലെങ്കിൽ പോസ്റ്റ്നാറ്റൽ പീരീഡിൽ സൂയിസൈഡ് ചെയ്തത്. അത് കഴിഞ്ഞ വർഷം നമുക്കത് 13 എന്നുള്ള നിലയ്ക്ക് തുടരുകയാണ്. അപ്പൊ അതും നമ്മുടെ സംസ്ഥാന തലത്തിൽ ഇതിനൊക്കെ പ്രത്യേക പ്രോഗ്രാംസ്, ഈ കിട്ടുന്ന ഡേറ്റയുടെയൊക്കെ ബേസിസിലാണ് പല പദ്ധതികളും സംസ്ഥാന ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പം സൂയിസൈഡ് കുറയ്ക്കുന്നതിന് വേണ്ടി അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് വന്നത്. ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ പോസ്റ്റ്നാറ്റൽ പീരീഡിൽ മെറ്റേണൽ സൂയിസൈഡ്സ് കൂടുന്നു എന്ന് ഡേറ്റയിലൂടെ തെളിഞ്ഞത് കൊണ്ടാണ് ഈ അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിംഗ് പ്രോഗ്രാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഈ ഡേറ്റ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ HMIS ഡേറ്റയുടെ വിവിധ രീതിയിലുള്ള ഇത് ഇത്രയാണ് നമ്മുടെ ഡേറ്റ റിപ്പോർട്ടിംഗ് പോർഷൻ നമുക്കുള്ളത്. മൊഡ്യൂൾ പാർട്ട് സി വരെയുള്ള, പാർട്ട് ഡി മെറ്റേണൽ മോർട്ടാലിറ്റി എൻട്രി ചെയ്യുന്ന വരെയുള്ള ഡേറ്റയാണ് നമുക്ക് പോർട്ടൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ലാസ്റ്റ് ഒരു മൊഡ്യൂൾ ഉണ്ട്, പാർട്ട് ഇ. ആ പാർട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി റിലേറ്റഡ് ഡേറ്റയാണ്. അത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ റിപ്പോർട്ടിംഗ് മൊഡ്യൂളിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ അതും കിടപ്പുണ്ടാവും പോർട്ടലിൽ. പക്ഷെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫോർമാറ്റിനകത്തോട്ട് ഈ പറയുന്ന ക്വാളിറ്റിയുടെ മൊഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ഈ പോർട്ടലിലൂടെയുള്ള ഉപയോഗങ്ങൾ എന്നുള്ളതാണ്. അത് ഓരോ ഘട്ടത്തിലും ഞാൻ ഓരോന്നും പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും എടുത്തു പറയേണ്ട ചില യൂസസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഡെക്സ്. ഞാൻ ആദ്യം പറഞ്ഞു പെർസെന്റേജ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നീതി ആയോഗ് തയ്യാറാക്കുന്ന ഹെൽത്ത് ഇൻഡെക്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നീതി ആയോഗ് കഴിഞ്ഞ 4 റൗണ്ടായിട്ട് ഹെൽത്ത് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 4 വർഷങ്ങൾ, കഴിഞ്ഞ 4 വർഷമല്ല, അതിനൊരു നിശ്ചിത പീരീഡ് ഉണ്ട്. 5 വർഷത്തിലിടയ്ക്കാണ് അത് വരുന്നത്. അവർ 4 തവണയായി ഇപ്പൊ പബ്ലിഷ് ചെയ്തു. 4 തവണയും കേരളം തന്നെയാണ് ഹെൽത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഹെൽത്ത് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഈ ഇൻഡിക്കേറ്ററുകളിലൂടെയാണ് ആ രീതിയിലുള്ള ഇൻഡെക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻഡിക്കേറ്ററുകൾ ശരിയായിട്ടുള്ള ഒരു റിസൾട്ട് വന്നില്ല എങ്കിൽ ആ കാര്യത്തിലൊക്കെ കേരളം പിന്നിലേക്ക് പോകും. അത് നമ്മുടെ ഒരു മനസ്സിലുണ്ടാകണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, PM ഡാഷ്ബോർഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പ്രയാസ് എന്ന് പറഞ്ഞ PRAYAS, പ്രയാസ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഒരു ഡാഷ്ബോർഡാണ്. ആ ഡാഷ്ബോർഡിനകത്ത് എല്ലാ ഏരിയകളുടെയും സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ ഏരിയയുടെയും ഡേറ്റ അതിനകത്ത് ഡെസിമിനേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഡെസിമിനേറ്റ് ചെയ്യുന്നത് HMIS-ൽ നിന്ന് എടുത്ത ഡേറ്റയാണ്. ഈ പ്രധാനമന്ത്രിയുടെ പ്രയാസ് എന്ന് പറയുന്ന ഡാഷ്ബോർഡിനകത്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് HMIS-ൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ട യൂസസ് തന്നെയാണ്.